കഴിഞ്ഞ 4 വർഷക്കാലമായി ഷാമ്പിക്കൽ അമ്പലത്തിന് ചുറ്റും താമസിക്കുന്ന കുറച്ച് കുട്ടികളെ വെച്ച് ഇവിടെ ഒരു ചെറിയ ഗീത ക്ലാസ് തുടങ്ങി. അന്ന് മുതൽ ഞങ്ങൾ കുറേ ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നടത്തുന്നുണ്ട്. ഇത് 4ാമത്തെ വർഷത്തെ ഓണമാണിത്. കുട്ടികൾ ഇവിടെ അടുത്തുള്ള 2 മുതിർന്ന അമ്മൂമ്മമാരുമായിട്ട് തിരുവോണത്തിലെ അനുഭവങ്ങൾ പങ്കെടുക്കാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് ഇവിടെ എല്ലാവരും. ഇത് ശ്രീമതി ലീല അന്തർജനം, ഇത് ശ്രീമതി ലക്ഷ്മിക്കുട്ടിയമ്മ, ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാർ. കുറച്ച് സമയം ഞങ്ങൾ ഒന്ന് സല്ലപിച്ചോട്ടെ. ഓണാശംസകൾ. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ തിരുമേനി ദിവാകരൻ തിരുമേനി. പണ്ടത്തെ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് ഞങ്ങളിങ്ങനെ ഓടിച്ചാടി നടന്ന് പൂക്കളൊക്കെ പറിച്ച് അങ്ങനെ, അന്നത്തെ കാലത്ത് കുട്ടികളിങ്ങനെ പൂക്കളിടുക എന്നുള്ളൊരു രീതി ഇല്ല. വലിയവരാണ് പൂക്കളിടുക. കുട്ടികൾ പൂ പറിച്ച് കൊണ്ട കൊടുക്കുക. പിന്നെ അവരെ സഹായിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണക്കളികളൊക്കെ കളിക്കുക, ഊഞ്ഞാലാടുക, ഇങ്ങനെ ആടി തിമിർത്ത് കളിക്കുന്ന ബാല്യമായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ചെന്ന നാട്ടിലാണെങ്കിലും അതേ ഓണം വളരെ ആഘോഷമാണ്. ധാരാളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ആ നാട്ടിലെ വളരെ ഷൊർണൂർ ഭാഗത്താണ് ഭർത്താവിൻ്റെ സ്ഥലം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്, സാധുക്കളായിട്ടുള്ള ആൾക്കാർ വരും. അവർക്കൊക്കെ മര്യാദയോളം ഊണ് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് കഴിഞ്ഞു ഞങ്ങളിവിടെ അടുപ്പയിൽ വന്ന് താമസാക്കിയിട്ട് കുറേ കാലമായി. ഇവിടെയാണെങ്കിലും അതെ, ഞങ്ങൾ ഓണം അടുത്തുള്ളവരൊക്കെ കൂടി തിരുവാതിര കളിക്കുക, പൂവിടുക, അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിച്ചു വരുന്നു. ഓണത്തിൻ്റെ ഏറ്റവും നല്ല സന്ദേശം എന്താണെന്ന് വെച്ചാൽ മതസൗഹാർദ്ദം എന്നുള്ളതാണ്. എല്ലാ ജാതി മതസ്ഥരും ഇത് ഓണം ആഘോഷിക്കും. ഒരു ജാതിയും അത് വ്യത്യാസപ്പെടുത്തുന്നില്ല. എൻ്റെ പരിചയത്തിൽ ഒരു കോളേജ് ടീച്ചർ ക്രിസ്ത്യാനിയാണ്. അവർ എല്ലാ കൊല്ലം കുട്ടികൾ, അവരുടെ മക്കളൊക്കെ എവിടെയായാലും അവരുടെ കുട്ടികളൊക്കെ ഓണത്തിന് അവരുടെ നാട്ടിൽ വരുത്ര. എന്നിട്ട് അവർ ഈ ഓണം, ഉത്രാടം, തിരുവോണം വളരെ ആഘോഷമായിട്ട് അങ്ങനെ എല്ലാവർക്കും മേടിക്കില്ല. മേടിക്കുന്നു പറഞ്ഞാൽ അവർ കളിയാക്കി തന്നെ. ഞങ്ങൾ ഏത് വീട്ടിലെ കൂടുതൽ തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെച്ചേക്കണെന്ന് നോക്കും. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുക. 10 രൂപ തൃക്കാക്കരപ്പനൊക്കെ ഉണ്ടാക്കി വെക്കും. 1-2 തൃക്കാക്കരപ്പനല്ല, മുത്തിയമ്മ, മുത്തപ്പൻ, ഒരയ്ക്ക, കലം, കയ്യിൽ, ഇതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. അങ്ങനെ വിശേഷമായിരുന്നു ഓണം. വഴിയിൽ പോയി 5 തൃക്കാക്കരപ്പൻ വേണം, 2 തൃക്കാക്കരപ്പൻ വേണം, 10 രൂപയ്ക്ക് തുമ്പ വേണം. ഇങ്ങനെയൊക്കെയല്ലേ അവിടെ പൂപ്പത്തിയില്. ഇപ്പൊ എടപ്പള്ളിൽ വന്നപ്പോഴാണ് ഞാനിതൊക്കെ പഠിച്ചത്. ഇതെല്ലാം കൂടാതെ വേറെ എന്തൊക്കെയായിരുന്നു? ഉപ്പേരി വറുക്കല്, അത് അച്ഛനാ, എൻ്റെ അച്ഛനാ ഉപ്പേരി വറുക്കാം. ശർക്കര വരട്ടി, വറുത്തുപ്പേരി, വട്ടം വെട്ടി വറക്കുന്നത് തിരുവാതിരയ്ക്ക. 4 മുറിച്ച് ഓണത്തിന് വറക്കുള്ളൂ ഉപ്പേരി വറക്കല്. പിന്നെ പായസം, ഞങ്ങൾ ഓണത്തിനൊന്ന് പായസം കുടിക്കാനാണ് നോക്കിയിരിക്കുക. അടപ്രഥമൻ വെക്കാനേ പാടുള്ളൂ ശർക്കര ഇട്ട്, അല്ലാണ്ട് പാലടി അല്ല. അതെ, ഞങ്ങൾക്ക് എന്നിട്ട് 3 ഇല വെച്ച് അകത്ത് വിളമ്പി, കിണ്ടിയും വെള്ളം പലകൊക്കെ വെച്ച് അത് വിളമ്പി വെച്ചിട്ട് ആ വാതിലടച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തുറക്കട്ടെ എന്ന് മുട്ടി വിളിച്ച് എന്നിട്ട് തുറന്നിട്ടേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഈ അടപ്പായസേ വയ്ക്കാൻ പാടുള്ളൂ എന്ന് നിയമം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഒരു കൊല്ലം അച്ഛൻ പറഞ്ഞിരുന്നു നമുക്ക് പഴപ്പായസം വയ്ക്കാന്ന് പറഞ്ഞു. ആ പഴപ്പായസം വെച്ചപ്പോൾ എന്താണ് അവ പിരിഞ്ഞു പോയി. പിന്നെ 2ാമത് അടപ്പായസം വെച്ചു, അങ്ങനെ അകത്ത് വിളമ്പി വെക്കാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള സദ്യകൾ ഒരുക്കങ്ങൾ. സദ്യയല്ലേ. പിന്നെ ഈ കളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മോട് പറയും, അമ്മയെ വിശക്കണമേ, കഴിച്ചതൊക്കെ ദഹിച്ചോമ്മേന്ന് പറയും. അപ്പോഴും കുറച്ച് കഴിക്കണം, പായസവും ചോറും ഒക്കെ. വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാം. ഏത്തക്കൊല, അച്ചിങ്ങയൊക്കെ ഇഷ്ടമായി പറിച്ചെടുക്കാൻ കിട്ടി. അപ്പം അതിൻ്റെ പഴുത്ത പയറ് മാത്രം എടുത്ത് പിറ്റേ ദിവസം അത് പയറ് മെഴുക്ക് വരട്ടി സാമ്പാറും അവിയലും. അതാണ്. എൻ്റെ അച്ഛനൊരു മനക്കലെ കാര്യസ്ഥനായിരുന്നു.
അപ്പോൾ ഒരുപാട് അച്ഛൻ്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. അവരൊക്കെ ഓണത്തിന് ഒരാഴ്ച മുമ്പേ 3-4 ദിവസം മുമ്പേ കൊലകൾ കൊണ്ടുവന്ന് വരും. അപ്പോൾ വീട്ടിൽ 10-25 കൊലയൊക്കെ ഉണ്ടാവും കിട്ടിയേക്കുന്നത്. പഴം തന്നെ തിന്നുക അങ്ങനെയായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അവിട്ടത്തിൻ്റെ ഊണ് കൊടുക്കണം. എല്ലാവരോടും പറയാം അവിട്ടത്തിൻ്റെ വരണമെന്ന്. പറഞ്ഞില്ലെങ്കിലും വരും, എല്ലാവരും വരും. അവിട്ടത്തിൻ്റെ ഇവർക്കൊക്കെ ഊണ് കൊടുക്കണം. പക്ഷെ ഞാനൊന്നും ഒന്ന് പണിയെടുക്കാൻ പോവില്ല. കാര്യം ഉൾനാട്ടിൽ കിടന്നിരുന്നവളാണെങ്കിലും ഞാൻ പഠിക്കാൻ പോയിരുന്നേ. 54 SLC പാസ്സായി. ആ പാസ്സായാലും ആ കൊല്ലവും കൂടി ഓണം കേമായിട്ട് തന്നെ നടത്തി. അതിനുശേഷമാണ് ഞാൻ അടപ്പള്ളിൽ വന്നത്. അടപ്പള്ളിൽ വന്നിട്ട് ഇപ്പോൾ 58 കൊല്ലം കഴിഞ്ഞു നവംബറിൽ. തിരുവോണത്തിൻ്റെ അന്ന് എന്തൊക്കെയാ ചെയ്യുന്നത്? ഓണത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പനെ മേടിക്കുക, അടയുണ്ടാക്കണം. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ വെച്ചാൽ അമ്പും വില്ലും കൊണ്ടുവന്ന് ഈ തൃക്കാക്കരപ്പനെ വെച്ച് അട മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്പും വില്ല് എയ്യാന്നൊരു ചടങ്ങത്തിൻ്റെ കുട്ടികളാണ് ഉണ്ടാക്കി എയ്യുക. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ പിന്നെ ഓണക്കളികൾ എന്തൊക്കെയാ, തുള്ളല്, അങ്ങനെ നല്ല രസമായിട്ടാണ് ഓണപരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല കളികളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഊഞ്ഞാലിങ്ങനെ വലിയ ഊഞ്ഞാല് തെങ്ങിൻ്റെ മുകളിലാണ് കെട്ടിത്തരിക. എന്നിട്ട് ഏട്ടന്മാർ നടുക്ക് നിൽക്കും, അനീറ്റിമാരെയൊക്കെ 2 സൈഡിലിരുത്തിയിട്ട് ഇവരിങ്ങനെ ഓക്കിനിങ്ങനെ എന്നിട്ട് എത്ര പൊക്കത്തിലാ പോവാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളൊക്കെ പേടിച്ചിങ്ങനെ പിടിച്ചിരിക്കും. അങ്ങനെ രസമായിട്ടുള്ള ഊഞ്ഞാലാട്ടം, നല്ല സന്തോഷമായ കാലങ്ങളായിരുന്നു അന്നൊക്കെ. ഇന്നും അതിനൊന്നും ഒരു കുറവുമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ആഘോഷിക്കാലോ. എന്തൊക്കെ പരിപാടികളാ, TV പ്രോഗ്രാമുകളുണ്ട്, നിങ്ങൾക്ക് സ്വയം കളിക്കാവുന്ന ഓരോ അസോസിയേഷനുകളുടെ പരിപാടികൾ. ഇതപ്പോൾ ഇവിടെ തന്നെ കൽപ്പനാൻറ്റി നിങ്ങൾക്ക് എന്തൊക്കെ കഥകൾ പറഞ്ഞു തരുന്നു. അന്നൊന്നും ഞങ്ങൾക്ക് മുത്തശ്ശി കഥ പറഞ്ഞു തരല് കുറവാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന മാത്രം. അവർ വായിക്കുമ്പോൾ കേൾക്കും, അത്ര തന്നെ ഉള്ളു. പക്ഷെ ഇന്നിപ്പോൾ ഇതുപോലെ ആൻറ്റിയൊക്കെ കഥ പറഞ്ഞു തരാനില്ലേ, നിങ്ങളുടെ എത്ര ഭാഗ്യ. അതുകൊണ്ട് ഈ കാലം ഒട്ടും മോശമല്ല, പഴയ കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. ഞങ്ങളും ഭാഗ്യവതികളല്ലേ. പിന്നെ തീർച്ചയായിട്ടും സംശയമില്ല. അമ്മൂമ്മയ്ക്ക് ആദ്യത്തെ ഓണക്കോടി എന്തായിരുന്നു കിട്ടിയിരുന്നത്? ഓണക്കോടി എല്ലാ കൊല്ലവും കുട്ടികളൊക്കെ കുഞ്ഞുടുപ്പ് കിട്ടുക. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാല ഇട്ട് കുട്ടികളെ നടത്തില്ല. ഈ ഫ്രോക്കിൻ്റെ മീതെ തന്നെ ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ നെക്ലസ് പോലെയൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനത്തെ കുപ്പായങ്ങൾ കിട്ടുമായിരുന്നു. എന്താ അതിൻ്റെ ഒരു സന്തോഷം. അത് ഓണത്തിനേ കിട്ടുള്ളൂ അങ്ങനത്തെ കുപ്പായം. അത് ഇട്ടിങ്ങനെ ഞെളിഞ്ഞ് നടക്കലാണ് ഓണത്തിന് സന്തോഷമായിട്ടുള്ളത്, ഓണക്കോടി. ഞങ്ങൾക്ക് വേണ്ടി 2 പേരും ചേർന്നൊരു ഓണപ്പാട്ട് പാടാമോ? പണ്ട് പാടിയിരുന്ന പാടിയിരുന്നെങ്കിലും എന്നിട്ട് ഞങ്ങൾക്ക് ഒരു കളിയും വേണം. ഓണക്കളി ഞങ്ങളൊപ്പം കളിക്കണം അല്ലേ? അല്ലേ വേണ്ടേ? വേണ്ടേ കളിക്കണ്ടേ? പണ്ടത്തെ പാട്ടൊന്നും ഓർമ്മയില്ലമ്മോ. ഞങ്ങളൊക്കെ വയസ്സായില്ലേ. പഴയ കാലങ്ങളൊന്നും പാട്ട് ഉണ്ണിക്കണപതി അറിഞ്ഞൂടെ? അല്ല ഒന്നിച്ചേലാൻ പറ്റിയത് വേണ്ടേ? നമുക്ക് നമ്മുടെ കുട്ടിക്കാറ്റിന്റെ പേടിയില് മാവേലി നാടുവാനിടും കാലം ഓണക്കളി അങ്ങനെ സ്റ്റെപ്പ് ഇവരെ ചേർത്ത് കളിക്കാൻ പറ്റുന്ന ഇവരെല്ലാവരും കൂടി വെറുതെ ഇങ്ങനെ നിന്ന് കാണിച്ചാൽ മതി. എഴുന്നേറ്റോളൂ. അങ്ങനെ വെറുതെ കാണിച്ചാൽ മതി കേട്ടോ. ഓണക്കളിയില്ലേ കുട്ടാ? മോനെ നിർത്തൂ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും. പിന്നെ ഞങ്ങളുടെ ഒരു തിരുവാതിരക്ക് എങ്ങനെയാന്ന് പറയാ, ഞങ്ങളുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഒരു ആദ്യം കുറെ അതങ്ങോട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുത്തച്ഛനും അച്ഛനും എല്ലാം ആ
അതിനെ പിടിക്കാതെ ആട് മൊത്തം ഡിലീറ്റ് ആയി പോകണ്ട. ശിവപേ